അതോടൊപ്പം തന്നെ പരേതരായ മറ്റ് 12 പേർക്കും ബലിയർപ്പിച്ചതിനും ഇന്ന് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വചന ശുശ്രൂഷ തുടരുകയാണ്. കൈയടിച്ച് പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവ്, എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാവേ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ ദാഹത്തോടെ നിറയണമേ, എന്നിൽ നിറയണമേ. ശബ്ദമുയർത്തി ആത്മാവേ പരിശുദ്ധാത്മാവേ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ദാഹത്തോടെ വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിനെയും കൂടി നമ്മൾ സ്വീകരിച്ചെന്ന് ഓർക്കണം. നമ്മൾ സ്വീകരിച്ച ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഈ വിശുദ്ധ വസ്തുക്കളിൽ ആ വസ്തുക്കൾ അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവ് എന്നതിലൂടെ യേശുവിന്റെ ശരീരവും രക്തവുമായി മാറി. ആ യേശുവിന്റെ ശരീരവും രക്തവും ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. മരിച്ചുയർത്ത യേശുവിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിന്റെ ഒരു പുതിയ വീര്യം നമ്മളിലേക്ക് വന്നിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നമുക്ക് പാടാം. ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ ദൈവ സുതനായി മാറി. എല്ലാവരും ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ ദൈവ സുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു, ആബപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു, ആബപിതാവെന്നു ഞാൻ വിളിച്ചു. എല്ലാവരും തീഷ്ണതയോടെ ദാഹത്തോടെ ആത്മാവിൽ ലയിച്ചു,
പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിലയിച്ചു. ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. എല്ലാവരും അതരം തുറന്ന് ശക്തിയോടെ തുള്ളിച്ചാടി പാടണം. തുള്ളിച്ചാടി പാടിക്കൊണ്ട് ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി 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 നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബാ, റബ്ബാ, റബ്ബാ. ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണ് ഈശോ പറഞ്ഞത്. നമുക്ക് അല്പസമയം ഇരിക്കാം. അധികം താമസിയാതെ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ സമാപന ദിവസമായിട്ടും അതോടൊപ്പം ഈ 50 നോയമ്പിൻ്റെ ഈ വലിയ നോയമ്പിൻ്റെ സമാപനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയാണ് ഈ നോയമ്പ് ചെന്ന് സമാപിക്കാൻ പോകുന്നത്? നമ്മൾ ഈ നോയമ്പ് കാലം മുഴുവനും ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈശോയുടെ ദിവ്യ ബലിയിലാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നും ബലിയർപ്പിച്ചു, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ബലിയർപ്പിച്ചർപ്പിച്ച് സാധാരണ ആൾക്കാരായ നമ്മൾക്ക് ഇതൊരു ചടങ്ങ് മാതിരി അങ്ങ് ആയിപ്പോകുന്നു. ചില സമയത്ത് ഇതാരുടെയും കുറ്റമല്ല. നമ്മൾ എന്തെല്ലാ ദിവസവും സുലഭമായിട്ട് കിട്ടുന്നു അതിന് വലിയ താല്പര്യം തോന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വലിയ നോയമ്പെല്ലാം എല്ലാ വർഷവും എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? എല്ലാ വർഷവും ഒരേ കാര്യം തന്നെ നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ആഴമായ ബോധ്യത്തിലേക്ക് പ്രവേശിക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉച്ചകോടിയും ഉറവിടവും ഉച്ചകോടിയും വിശുദ്ധ കുർബാനയാണ്, ദിവ്യ കാരുണ്യമാണെന്ന്
നമുക്കെല്ലാവർക്കും അറിയാം. ഈ വലിയ നോയമ്പ് കണ്ണൻ ഈ വലിയ നോയമ്പിൽ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ ബലിയെ കുറിച്ച് തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പെട്ടെന്ന് പറയാൻ പോവുകയാണ്, നിങ്ങൾ ചെവിയൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ച്, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് ചെവിയും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച്, ഈ മഴവെള്ളം വീഴുന്നുണ്ടെങ്കിലും ഈ മഴയത്തിരുന്ന് നമ്മളിത് കേൾക്കണം. ചെവി ഇങ്ങനെ പിടിച്ച് വലിച്ചു. എന്തിനാണ്? കാത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ പിടിച്ചിരുന്നോ? ഹല്ലേലൂയ. ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കൊന്ന്, ചെവി ഒന്ന് പിടിക്കും. അങ്ങനെ പിടിച്ചിരിക്കും കുറച്ചു നേരം. എന്തിനാണ് ഈ കേൾക്കുന്നത്? അത്രയ്ക്ക് നിങ്ങളൊക്കെ സഹായകമാകുന്നൊരു കാര്യമാണ്. ഈശോയുടെ കുരിശിലുള്ള ബലി മാത്രമല്ല ദിവ്യബലി അഥവാ വിശുദ്ധ കുർബാന. പെട്ടെന്ന് പറയാൻ പോവുകയാണ്. ഈശോയുടെ ജീവിതം മുഴുവനും നമ്മുടെ ഒരു ദിവ്യബലിയിൽ അനാവരണം ചെയ്യപ്പെടുന്നു എന്നതാണ്. ഈശോയുടെ ദിവ്യബലി എന്നത് കുരിശിൽ അർപ്പിച്ച ബലി മാത്രമല്ല, ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ മുതൽ ഈശോയുടെ ജീവിത ബലി അവസാനിച്ചത് മാത്രമല്ല, ഈശോ വീണ്ടും വരുന്നതും ഈ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പെട്ടെന്ന് ഞാൻ പറയാൻ പോവുകയാണ്, ശ്രദ്ധിക്കണം. ഈ ദിവ്യബലിയിൽ 8 കാര്യങ്ങളാണുള്ളത്. 8 കാര്യങ്ങൾ. അതിൽ 8ാമത്തേത് യേശുവിന്റെ വീണ്ടും വരവാണ്. എന്നാൽ മറ്റേഴ് കാര്യങ്ങൾ യേശുവിന്റെ ജീവിതമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിന്റെ ജീവിതത്തിലെ 7 രഹസ്യങ്ങൾ ഇതെല്ലാമാണ്. ഇനി ചെവിന്ന് വിട്ടിട്ട് ഒരു വിരലെടുക്കുക, ഈ തന്ത വിരൽ ഇങ്ങനെ പിടിക്കുക. എന്താണ് ഒന്നാമത്തെ കാര്യം? ഒന്നാമത്തേത് യേശുവിന്റെ മനുഷ്യാവതാരമാണ്. യേശുവിന്റെ മനുഷ്യാവതാരം. രണ്ടാമത്തേത് യേശുവിന്റെ മാമോദീസ. മൂന്നാമത്തേത് യേശുവിന്റെ പരസ്യ ജീവിതം. കണ്ടോ, ഓരോ വിരലും കൂട്ടണം. നാലാമത്തേത് യേശുവിന്റെ പീഡാസഹനവും മരണവും. അഞ്ചാമത്തേത് യേശുവിന്റെ പുനരുത്ഥാനം. ആറാമത്തേത് യേശുവിന്റെ സ്വർഗാരോഹണം. ഏഴാമത്തേത് സ്വർഗ അവരോഹണം അഥവാ പന്തക്കുസ്ത. ഓരോ വിശുദ്ധ ബലിയിലും ആരംഭം മുതൽ അവസാനം വരെ ഈ 7 രഹസ്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക്, അതെങ്കിൽ ഈ കൂദാശയിൽ അനാവരണം ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ കുർബാനയുടെ ആരംഭത്തിൽ, ദിവ്യബലിയുടെ ആരംഭത്തിൽ നമ്മൾ ഗ്ലോറിയ പാടുമ്പോൾ, ഗ്ലോറിയ ഒന്ന് പാടിയേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. മതി. ഈ ഗ്ലോറിയ പാടുന്നത് സാധാരണ നമ്മൾ ചിന്തിക്കുന്നു, ഈ മലാഖമാര് പാടിയ പാട്ടാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ഈ ഗ്ലോറിയ പാടിയത് യേശു മനുഷ്യനായി അവതരിച്ചപ്പോൾ സ്വർഗദൂതന്മാരെല്ലാവരും വാദ്യമേഘങ്ങളോടെ സ്വർഗം മുഴുവനും ഭൂമിയെ നോക്കിക്കൊണ്ട് പ്രഘോഷിച്ച ആദ്യത്തെ സുവിശേഷമാണ്. ആ സുവിശേഷമാണ്. അതിന്റെ രണ്ടാമത് പറയുന്നത് ഇതാണ്: ഇതോ ഇന്ന് ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് മനുഷ്യാവതാര രഹസ്യത്തിന്റെ പരികർമ്മത്തിലൂടെയാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഗ്ലോറിയ പാടുന്നില്ല. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും നിശ്ചയമായി നമ്മൾ പാടും. എന്നാൽ അപ്പോൾ ആ ഗ്ലോറിയ പാടുന്നതിലൂടെ ദിവ്യബലി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മളിൽ മനുഷ്യാവതാരം ഇവിടെ നടക്കുകയാണ്. അതായത് യേശുവിന്റെ ജീവിതം ഈ കുർബാനയിൽ ആരംഭിക്കുകയാണ്. തുടർന്ന് നമ്മൾ ദൈവവചനം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയ നിയമം വായിക്കുന്നു, പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ വായിക്കുന്നു. ഇതെല്ലാം യേശുവിന്റെ ബാല്യകാലഘട്ടമാണ്. ആ യേശു വളരുന്നു. സങ്കീർത്തനങ്ങൾ പാടി 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 പ്രാർത്ഥിച്ച യേശു ഇതാ ജ്ഞാനസ്നാനത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശു ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. അതാണ് വൈദികൻ സുവിശേഷ പുസ്തകം വേദിയിൽ നിന്ന് എടുത്തുകൊണ്ട്
ഒരു പ്രൊസഷനായിട്ട് ആഘോഷമായിട്ട് വചനവേദിയിലേക്ക് വന്നുകൊണ്ട് ഇപ്രകാരം പറയും, കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറയുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരോടും കൂടെ വന്നിരിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച നിങ്ങൾ എല്ലാവരിലും ജ്ഞാനസ്നാനം സ്വീകരിച്ച യേശു വന്നിരിക്കുന്നു. ജ്ഞാനസ്നാനം നൽകത്തിലൂടെ നമ്മൾ എല്ലാവരിലും യേശുവിൽ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറന്ന പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു. യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നു. ആ വചനവേദിയിൽ നിന്നുകൊണ്ട് വൈദികൻ വചനം പ്രഘോഷിക്കുമ്പോൾ യേശു കടപ്പുറത്ത് നിന്ന് വചനം പ്രഘോഷിച്ചതുപോലെ തന്നെയാണ് ആ വചനവേദിയിൽ നിൽക്കുന്ന വൈദികൻ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ്. അന്ന് കടപ്പുറത്തും മലമുകളിലും വചനം പ്രഘോഷിച്ച അതേ കർത്താവ് ഈശോ മിശിഹ തന്നെ ഓരോ കുർബാനയിലും വചനവേദിയിൽ അതേ വചനം തന്നെ ഇന്ന് ജീവിക്കുന്ന നമുക്കായിട്ട് പ്രഘോഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്തെല്ലാമാണ് ഇപ്പൊ നടന്നു കഴിഞ്ഞത്? ആദ്യത്തേത് യേശുവിന്റെ മനുഷ്യാവതാരം, രണ്ടാമത്തേത് യേശുവിന്റെ മാമോദീസ, മൂന്നാമത്തേത് യേശുവിന്റെ പരസ്യ പ്രഘോഷണ ജീവിതം. അപ്പോൾ വചനം പ്രഘോഷിക്കുകയും ആ വചനത്തെ മുറിച്ച് വൈദികൻ വ്യാഖ്യാനിച്ചു തരികയും ചെയ്യുമ്പോൾ യേശുവിന്റെ പരസ്യ പ്രഘോഷണ ജീവിതം കഴിഞ്ഞു ഈ വിശുദ്ധ കുർബാനയിൽ. അതിനുശേഷം വചനവേദിയിൽ നിന്നും ബലിവേദിയിലേക്ക് വൈദികൻ വരുന്നു. അപ്പോൾ യേശു പരസ്യ ജീവിതം കഴിഞ്ഞ് യേശുവിന്റെ പീഠാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ട് വേദികളാണ് ഇവിടെ ഉള്ളത്, ബലിവേദിയും വചനവേദിയും. രണ്ട് വേദിയിൽ നിന്നും മുറിച്ച് നൽകപ്പെടുന്നത് യേശുവിനെ തന്നെയാണ്. വചനവേദിയിൽ നിന്നും വചനമാകുന്ന ദിവ്യവചനമാകുന്ന യേശുവിനെ യേശു തന്നെ മുറിച്ച് നമുക്ക് നൽകുന്നു. അതിനുശേഷം നമ്മുടെ ഹൃദയം ഒരുങ്ങുന്നു. വചനത്തിൽ ലഭിച്ച യേശു നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് യേശു തൻ്റെ ജീവൻ, ശരീരവും രക്തവും നമുക്ക് തരാൻ പോവുകയാണ്. അതാണ് ബലി. അപ്പോൾ യേശുവിന്റെ പരസ്യ ജീവിതം അവസാനിച്ചു. യേശു തൻ്റെ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവനും അർപ്പിക്കുന്നു. അതിനാണ് നമ്മൾ ഓഫട്രി, അല്ലെങ്കിൽ എന്താ അതിന് പറയുന്നത്, ഓഫട്രി, കാഴ്ചവെപ്പ്. കാഴ്ചവെപ്പ് എന്താ കാഴ്ചവെക്കണേ? നമുക്ക് കിട്ടിയേക്കണ കുറച്ച് പലഹാരങ്ങളോ കാശോ അതെല്ലാം കാഴ്ചവെക്കുന്ന ഒരു പ്രതീകമാണ്. ആ ഒരു വിധവയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിക്കാശാണ് കാഴ്ചവെച്ചത്. പക്ഷെ അതിന്റെ പ്രതീകം ഇതാണ്, എനിക്കുള്ളതെല്ലാം ഞാൻ കാഴ്ചവെക്കുന്നു, എന്നെ തന്നെ ഞാൻ കാഴ്ചവെക്കുന്നു. നമ്മൾ ഓരോരുത്തരും യേശു തന്നെ തന്നെ പിതാവിന് കാഴ്ചവെച്ച പോലെ യേശുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഈ ബലിയിൽ കാഴ്ചവെക്കുന്നു. ഇപ്പോൾ യേശു ഒറ്റയ്ക്കല്ല ഇവിടെ ബലി അർപ്പിക്കുന്നത്. യേശുവിനോടൊപ്പം യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായ നമ്മൾ എല്ലാവരും സജീവമായി ഈ ബലിയിൽ പങ്കുചേരുകയും സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു മോദമോടെ ഞാൻ എന്ന് പാടാറുണ്ടോ ഇല്ലയോ? ഞാൻ നിങ്ങളുടെ ട്യൂണിൽ പാടിയെന്നുള്ളൂ. അമ്മാമ്മമാരൊക്കെ ഇങ്ങനെ പാടും, സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു മോദമോടെ ഞാൻ. ഈ പ്രാർത്ഥന വളരെ വലിയ പ്രാർത്ഥനയാണ്. മനസ്സിലായോ എന്താ ഇപ്പൊ നമ്മൾ സമർപ്പിച്ചെന്ന്? സർവ്വതും യേശുനാഥനായി സമർപ്പണം. ഇവർക്കൊന്നും അത് പാടാൻ അറിഞ്ഞൂടാ, ഇവർക്ക് പാടാൻ പറ്റൂല നമ്മുടെ ട്യൂണിൽ ഇല്ലേ? ഈ അമ്മാമ്മമാര് ഹൃദയം തുറന്നല്ലേ ഇത് പാടണത് ഇല്ലേ? സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഒന്ന് പാടിയേ, സർവ്വതും. ഒന്ന് പാടിയേ, ഒന്ന് പാടിയേ. ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. മനസ്സിലായോ? ഒന്നുകൂടി എല്ലാവരും ഒന്ന് പാടിയേ, ശരിക്കും ഒന്ന് പാടിയേ. സർവവും യേശുനാഥനായി സമർപ്പണം
ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഇപ്പൊ നമ്മൾ കാഴ്ചവെച്ചു. എന്താ കാഴ്ചവെച്ചത്? നമ്മൾ നമ്മുടെ ജീവൻ. എൻ്റെ അപ്പൻ അമ്മയും ഞങ്ങൾ 10 മക്കളാണ്. 10 മക്കൾ. ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ് എങ്ങനെ ഈ 10 മക്കളെ അപ്പനും അമ്മയും വളർത്തിയെടുത്തു എന്നുള്ളത്. പക്ഷെ ഈ 10 മക്കളെയും എല്ലാ ദിവസവും അപ്പനും അമ്മയും മക്കളും കുർബാനയ്ക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഈ 10 മക്കളെ വളർത്തിയെടുത്തു എന്ന് ചോദിക്കണതിന് അപ്പൻ ഉത്തരം ഇതാണ്: ഞാൻ എല്ലാ പ്രഭാതത്തിലും ആ ബലിവേദിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും അങ്ങ് കാഴ്ചവെക്കും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഡിവൈനിൽ ഇതുപോലൊരു വലിയ വചന പ്രഘോഷണം നടക്കുമ്പോൾ എൻ്റെ അപ്പൻ അവിടെ വരാനിടയായി. അപ്പോൾ അച്ഛന്മാര് പറഞ്ഞു, സാർ ഒരു 2 വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേജിൽ വന്നു. ഒരുപാടൊന്നും പറയാൻ സമയമില്ല. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ ഒരു വാചകം ഇതാണ്. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. എൻ്റെ അപ്പൻ പറഞ്ഞു, ഈ മകൻ എന്നെ കാണിച്ചിട്ട്, ഇവനെ അമ്മ പ്രസവിക്കുന്ന സമയം ഞാൻ അടുത്ത മുറിയിൽ മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അവന്റെ ആദ്യ കരച്ചിൽ കേൾക്കാൻ കാതോർക്കുകയായിരുന്നു. അങ്ങനെ ഇതാ കാതോർത്തിരുന്നപ്പോൾ അവന്റെ അമ്മ അവനെ പ്രസവിച്ചു. അവന്റെ ആദ്യ കരച്ചിൽ ഞാൻ കേട്ടു. അത് ഞാൻ കർത്താവിന് സമർപ്പിച്ചു. ആ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. Praise the Lord. സ്നേഹമുള്ളവരെ, ഇതാണ് മാതാപിതാക്കളായ നമ്മളുടെ സമർപ്പണത്തിന്റെ ശക്തി. എൻ്റെ അപ്പൻ അന്ന് എൻ്റെ ആദ്യ ശബ്ദം സമർപ്പിച്ച ആ ശബ്ദമാണ് ഇത്രയും വർഷമായിട്ട് തളരാതെ കർത്താവിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുർബാന എന്ന് പറയുന്നത് ഈ നമ്മുടെ ജീവൻ മാത്രമല്ല, നമുക്ക് ദൈവം തന്ന നമ്മുടെ മക്കളും അവരുടെ ജീവിതവും എല്ലാം ദൈവത്തിനങ്ങ് കാഴ്ചവെക്കുമ്പോൾ, മാതാവ് കുഞ്ഞിനെയും കൊണ്ട് ദൈവപുത്രനാണ് ഈ കുഞ്ഞെന്ന് മാതാവിന് അറിയാം. എന്നിട്ടും മാതാവ് ആ കുഞ്ഞിനെ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചപ്പോൾ അവിടെ വൃദ്ധനായിരുന്ന ശിമയോൻ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതനുസരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഞാൻ മരിക്കില്ല, അങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന രക്ഷ കാണാതെ ഞാൻ മരിക്കില്ല. ഇതാ ഈ കുഞ്ഞിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞു, ഇതാ വന്നിട്ടുണ്ട്. നീ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അവൻ വന്നിട്ടുണ്ട്. രക്ഷകൻ ഇതാ വന്നിട്ടുണ്ട്. ഓടി വയസ്സായ ശിമയോൻ ഓടി ദേവാലയത്തിൽ വന്നു. ദേവാലയത്തിൽ നിറച്ച ആളുകളാണെങ്കിലും അവന്റെ കണ്ണുകൾ ആ രക്ഷ കണ്ടു. ആ ഉണ്ണീശോയെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ പരിശുദ്ധാത്മാവിലൂടെ പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം. എല്ലാവരും ശബ്ദം ഉയർത്തിയായിട്ട് പറഞ്ഞുകൊണ്ട്, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ, സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. ഹല്ലേലൂയ. അതാണ് സമർപ്പണം. മാതാവ് കുഞ്ഞിനെ അവിടെ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഉടനെ അവനെ ഏറ്റെടുക്കുക മാത്രമല്ല, ആ വൃദ്ധനായ യഹൂദനായ ആ ശിമയോനിലൂടെ അന്നേ അരുളി ചെയ്തു, ഈ കുഞ്ഞ് ലോകരക്ഷകനാകുന്നു
ഹല്ലേലൂയ. ആ കുഞ്ഞ് വളർന്നു. ഇതാ ആ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഇതാ ബലി അർപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ദിവ്യബലിയിൽ നമ്മൾ കാഴ്ചവെക്കുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങ് കാഴ്ചവെക്കുമ്പോൾ, ഈശോയോടൊപ്പം ഈശോ തന്റെ ശരീരം, തന്റെ ജീവൻ കാഴ്ചവെക്കുകയാണ്. പഴയ നിയമത്തിൽ ഒരുപാട് ബലികൾ നടന്നിട്ടുണ്ടെങ്കിലും ആ ബലികളെല്ലാം വെറും മൃഗങ്ങളെ കൊന്നിട്ടുള്ള ബലിയായിരുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ഈ കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും ദഹനബലി അല്ല ദൈവത്തിന് ആഗ്രഹം. ദൈവം ആഗ്രഹിച്ചിരുന്നത് മനുഷ്യ ഹൃദയങ്ങളാണ്. അങ്ങനെ കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് പാപപരിഹാരം സംഭവിക്കുകയില്ല. ഇതാ പാപപരിഹാരത്തിനായിട്ട് കർത്താവ് ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് തന്റെ രക്തം, മനുഷ്യൻ ദൈവപുത്രൻ തന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ചാവാത്ത ബലിയാണ് അർപ്പിച്ചത്, സജീവ ബലിയാണ് അർപ്പിച്ചത്. ചത്ത ആടിനെ അല്ല അവിടെ അർപ്പിച്ചത്, ജീവിതമുള്ള ജീവനുള്ള ബലിയാണ്. ഒരിക്കലും മരിക്കാത്ത ദൈവമാണ് തന്നെ അർപ്പിച്ചത്. അമർത്യനായ, മരണമില്ലാത്തവനായ കർത്താവ്, മരണമില്ലാത്തവനായ ദൈവം, നിത്യനായ ദൈവം, നിത്യപുരോഹിതനായിക്കൊണ്ട് തന്റെ ജീവരക്തം അവിടെ അർപ്പിച്ചു. സ്നേഹമുള്ളവരെ, ഈ ബലിയിലൂടെ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടുകയും നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടുകയും രൂപാന്തരീകരിക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യുന്ന ബലിയാണ്. ഇതാണ് നമ്മുടെ വിശുദ്ധ ബലിയിലെ എത്ര പോയിന്റുകളായിപ്പോ? ആദ്യത്തെ പോയിന്റ് എന്താണ്? മനുഷ്യാവതാരം, രണ്ടാമത്തേത് ജ്ഞാനസ്നാനം, മൂന്നാമത്തേത് പരസ്യ പ്രഘോഷണം, നാലാമത്തേത് യേശുവിൻ്റെ പീഠാസഹനവും മരണവും. ആ പീഠാസഹനവും മരണവും ഒരുപാട് അതിനെക്കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനുമുണ്ട്. അതാണ് ഈ നോയമ്പ് കാലം മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ അവസാനം ഈശോ അന്ത്യത്താഴത്തിൽ അപ്പസ്തോലന്മാരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആ അപ്പസ്തോലനെ പോലും സ്നേഹിച്ചുകൊണ്ട്, വരുവിൻ സ്നേഹിത, ഈ താലത്തിൽ നീ അപ്പം മുക്കി എന്നോടൊപ്പം കഴിക്കുവിൻ. അതാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച പാല് കുറുക്കി അപ്പം മുക്കി കഴിക്കണതിന്റെ അർത്ഥം. പെസഹ വ്യാഴാഴ്ച നമ്മൾ പാല് കുറുക്കുന്നു. ആ പാല് കുറുക്കി അപ്പം മുക്കുന്നതിന്റെ അർത്ഥം നമ്മളെല്ലാവരോടും സമാധാനമാകുന്നു. നമ്മളെ വഞ്ചിക്കാൻ വന്നവരോട് പോലും സമാധാനപ്പെടുന്നു. അന്ന് ഈശോ ദിവ്യ കുർബാന, വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിന്റെ അവസാനം വരെ നമ്മോട് കൂടി ആയിരിക്കാനുള്ള ദിവ്യബലി സ്ഥാപിച്ചു. അതാണ് വിശുദ്ധ വാരം, വിശുദ്ധ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതിനുശേഷം ഈശോ ഇതാ മരിച്ചു, പീഡ സഹിച്ചു, നമ്മുടെ പാപം ഈശോ ഏറ്റെടുത്തു, ബലിയർപ്പിച്ചു. യേശു അടക്കപ്പെട്ടു. ഈ അടക്കപ്പെട്ട യേശു 3 ദിവസം ആ കല്ലറയിലായിരുന്നപ്പോൾ യേശുവിന്റെ ശരീരത്തിലെ രക്തം മുഴുവനും വാർന്നു പോയ ആ ശരീരമാണ് അടക്കപ്പെട്ടത്. യേശുവിനെ അവർ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് കഷ്ണം കഷ്ണമായിട്ട് മാംസം എല്ലാം പോയി. അവന്റെ അസ്ഥികൾ എണ്ണാമായിരുന്നു എന്ന് വരെ പറഞ്ഞിരുന്നു. ആ ശരീരം ഈ 3 ദിവസത്തിന്റെ കല്ലറയിലുള്ള അടക്കപ്പെട്ട സമയത്ത്, സംസ്കരിക്കപ്പെട്ട സമയത്ത് ആ യേശുവിന് പുതിയ ശരീരമുണ്ടായി, പുതിയ മാംസമുണ്ടായി. ആ മാംസത്തിൽ പുതിയ രക്തധമനികൾ വന്നു, ആ മാംസത്തിൽ പുതിയ രക്തമുണ്ടായി. പ്രൈസ് ദ ലോർഡ്. ആ യേശു പുതുജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. മാത്രമല്ല, ആ കല്ലറയിലായിരിക്കുന്ന സമയത്ത് യേശുവിന്റെ ആത്മാവ് സകല ജനതകളോടും, ആദവും ഹവ്വയോടും വരെയുള്ള ജനതകളോട് പോയി സുവിശേഷം അറിയിക്കുകയും അവരുടെയും കൂടി പാപമാണ് യേശു കുരിശിൽ ഏറ്റെടുത്തത്, അതുകൊണ്ട് അവരെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ ആരും കേട്ടിട്ടില്ല, കേട്ടുകൊള്ളുവിൻ.
ആദിമാതാപിതാക്കൾ, ഉത്ഭവഭാവം ചെയ്ത ആദിമാതാപിതാക്കൾ ഇന്ന് സ്വർഗത്തിലാണ്. എന്നു മുതൽ അവർ സ്വർഗത്തിൽ വന്നു? ഉയർപ്പിന് സമയത്ത് അവരെയും കൂടി സ്വർഗത്തിലേക്ക് ഉയർപ്പിച്ചിട്ടാണ്. നല്ല കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പറുദീസായിൽ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശുവിന്റെ ആത്മാവ് ആ ആദവും ഹവ്വയും ഉത്ഭവഭാവം ചെയ്ത അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുമായിട്ട് രമ്യപ്പെട്ട് അവരെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ യേശു പുനരുദ്ധരിക്കുന്നു, യേശു പുനരുജ്ജീവിക്കുന്നു. ആ പുനരുജ്ജീവനത്തിന് ശേഷമാണ് സ്വർഗാരോഹണം. ഈശോയെ ഉയർത്തിക്കൊണ്ട് വൈദികൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ through him, with him, in him, in the unity of the Holy Spirit, all glory and honor is yours, Almighty Father. എന്റെ മലയാളം എങ്ങനെയാ? Through him, with him, in him. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ, through him, with him, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഇതാ എല്ലാ മഹിമയും അങ്ങേക്ക് അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന അവസ്ഥയാണത്. യേശു ദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി വന്ന് മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പീഡ സഹിച്ച ഉയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങൾ മനുഷ്യരോടുകൂടി ജീവിച്ചതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മാതാവും അപ്പസ്തോലന്മാരെല്ലാവരും ഇത് കാണുകയാണ്. യേശു സ്വർഗത്തിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു. ഇത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്, ഇതൊരു കഥയല്ല. ആ യേശു അപ്പോൾ പറയാണ്, നിങ്ങൾ ഇവിടം വിട്ട് പോകരുത്, നിങ്ങൾ ആരും പട്ടണം വിട്ട് പോകരുത്. ഞാൻ സ്വർഗത്തിൽ ചെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്താ ദിവസം നിങ്ങൾ എല്ലാവരിലേക്കും നൽകും. അതുവരെ നിങ്ങൾ ആരും പോകരുത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ മാതാവ് അപ്പസ്തോലന്മാരെല്ലാവരും കൂടി ആ മുറിയിലേക്ക്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ മാളിക മുറിയിൽ അവർ വീണ്ടും പോയി ചെന്നുകൊണ്ട് അവരെല്ലാവരും യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്താ വന്നു. ആ പെന്തക്കോസ്തായുടെ അനുഭവം പോലെയാണ് വീണ്ടും നമ്മളിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് ത്രിത്വൈക ദൈവം തന്നെയായിട്ട് എഴുന്നള്ളി വരുന്നത്. എന്നാൽ ഇതേ സമയം നമ്മൾ വിശ്വസിക്കണം, ഈശോ ലാസറിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു, ഞാനാണ് അന്ത്യദിനത്തിൽ തരുന്ന പുനരുത്ഥാനം. ലാസർ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, അന്ത്യദിനത്തിൽ പുനരുത്ഥാനം തരുന്ന ആൾ ഞാൻ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ആര്? ഈ പരസ്യ ജീവിതത്തിൽ ലാസറിന്റെ ഭവനത്തിൽ വന്ന് മർത്താ മറിയത്തെ ആശ്വസിപ്പിച്ച ആ ഈശോ തന്നെയാണ് അന്ത്യദിനത്തിൽ പുനരുത്ഥാനം നൽകുന്നത്. അന്നായത് ഈ കുരിശിൽ ബലിയർപ്പിച്ച് പുനരുത്ഥാനം ചെയ്ത് ശരീരമായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നത്, മനുഷ്യാവതാരം ചെയ്യുകയും പരസ്യ ജീവിതം നടത്തുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യുക മാത്രമല്ല, അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുക കൂടി ചെയ്യുന്ന ഈശോയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നാളെ മുതൽ നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഈ 7 കാര്യങ്ങൾ അഥവാ 8 കാര്യങ്ങൾ, പുനരുത്ഥാനമടക്കം 8 കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ ആരംഭം മുതൽ അവസാനം വരെ എവിടെയെല്ലാമാണ് അത് സംഭവിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ബലിയർപ്പിക്കണം. വരുവിൻ, നമ്മളിപ്പോൾ ആ യേശുവിനെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുകയും ആ യേശുവിനെ മഹത്വപ്പെടുത്തുകയും ആ യേശു വന്ന പരസ്യ ജീവിതത്തിൽ അനേകരെ സൗഖ്യപ്പെടുത്തിയതുപോലെ ഇന്ന് നമ്മൾക്ക് സൗഖ്യം നൽകുകയും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യാൻ പോവുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് യേശുവിന് വേണ്ടി ദാഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട്
വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നമ്മളിപ്പോൾ ആരാധിക്കാൻ സമയത്ത് അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും ദാഹിക്കുക. ഈ ധ്യാനത്തിന്റെ അവസാന ദിവസമായി നിങ്ങളെല്ലാവരും ഭക്തിപൂർവ്വം ഇത് പങ്കെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുക്കൽ വന്നവരെ ആരെയും ഞാൻ വെറും കൈയോടെ വിടുകയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആരെയും ഞാൻ വെറും കൈയോടെ വിടുകയില്ല. ഈശോ ആരെയും ഇന്ന് വെറും കൈയോടെ വിടുകയില്ല. എല്ലാവർക്കും സമൃദ്ധമായ അനുഗ്രഹം തന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈശോ ഇന്ന് കേൾക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. എഴുന്നള്ളുന്നു, രാജാവ് എഴുന്നള്ളുന്നു. ഉയർത്തെഴുന്നേറ്റവൻ, ഉയർപ്പിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തെ പുതിയ സൃഷ്ടിയാക്കുന്നവൻ ഇതാ എഴുന്നള്ളാൻ പോകുന്നു. എഴുന്നള്ളുന്നു, രാജാവ് എഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എല്ലാവരും പാടിക്കൊണ്ട് ആ രാജാതിരാജനെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ആരാധന മനോഭാവത്തോടെ മുട്ടുകുത്തിക്കൊണ്ട് എല്ലാവരും മുട്ടുകുത്തി പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക, നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക. യേശുവേ, ഞാൻ നിന്റേതാണ്, എന്നെ നീ എടുത്തോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ആരാധന എന്നതിന്റെ അർത്ഥം അതാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് നമ്മളെ കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ മുട്ടുകുത്തുന്നതിന്റെ അർത്ഥം ഇതാണ്. കർത്താവേ, ഞാൻ എളിമപ്പെടുന്നു, ഞാൻ അങ്ങേക്ക് എന്നെ തരുന്നു, എന്നെ സ്വീകരിക്കുക, എന്നെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കോ, എന്റെ ഹൃദയം നിന്റെ ഹൃദയമായിട്ട് ഒന്നിപ്പിച്ചോളൂ. ആ ബോധ്യത്തോടെ നമ്മുടെ മണവാളനാണ് ഈശോ, നമ്മുടെ രാജാവാണ് ഈശോ. ഇതാ വരുന്നു, വേഗം വരൂ. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിച്ചുകൊണ്ട് എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഓശാന പാടി സ്തുതിച്ച പോലെ ആർപ്പുവിളികളോടെ അവർ സ്തുതിച്ചു. നമ്മൾ ആ ഓശാന ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ ശൈത്യം കൊമ്പുകളെടുത്ത് സ്തുതിച്ച പോലെ നമ്മൾ സ്തുതിക്കുമെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ഇന്ന് തരും. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഇവിടെ വന്നവരെ മാത്രമല്ല, നമ്മുടെ ഈ നാട് മുഴുവനും, നമ്മുടെ വീട്ടിലെല്ലാ കുടുംബാംഗങ്ങളെയും, നമ്മുടെ ബന്ധുമിത്രാദികളെയും, വിശ്വാസമുള്ളവരെയും ഇല്ലാത്തവരെയും, എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ് ഈശോ വന്നതെന്ന് ശിമയോനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇതാ എന്റെ കണ്ണുകൾ സകല ജനതകൾക്കും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരാകുമെന്ന വചനം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് അവനെ സൂക്ഷിച്ച് നോക്കാം. അവനെ നോക്കുക. രാജാതിരാജനായ സ്നേഹനാഥനായ നമ്മുടെ ഈശോ ഇതാ നമ്മോട് കൂടെ. നമുക്കറിയാം, നമ്മുടെ ഈ പാരിഷ് ഇവിടെ ഡോൺ ബോസ്കോ
വൈദികരാണ് നമ്മൾക്ക് വേണ്ടി സേവനം നടത്തുന്നത്. ഈ ഡോൺ ബോസ്കോയ്ക്ക് ദൈവം കൊടുത്ത വലിയൊരു ദർശനം ഇതായിരുന്നു. 2 വലിയ പില്ലറുകൾ, ഒന്നിൽ മാതാവും ഒന്നിൽ വിശുദ്ധ കുർബാനയും. ഈ 2 പില്ലറുകളുമാണ് സഭ നയിക്കുന്നത്, നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ പാരിഷിലും നമ്മുടെ ഓരോ ദിവസവും ഈ 2 സ്തംഭങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഈ ധ്യാനത്തിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ എന്തെല്ലാം കിട്ടിയാലും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഈശോ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ ഈശോയുടെ അമ്മയായ മറിയമാണ് മറ്റൊരു വശത്ത് നമ്മളെ നയിക്കുന്നത്. ആ മാതാവാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞു, ഈ വരാനിരിക്കുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരിക്കും തീർച്ചയായിട്ടും. എന്നാൽ പഴയ നിയമകാലത്തുള്ള ഒരു പ്രശ്നം, പെണ്ണുങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് ആരും എഴുതില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. യഹൂദരുടെ ഒരു പ്രശ്നം ആണുങ്ങളെ നിറയുള്ളൂ എന്നുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളെ പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. കണ്ടോ, മറിയം തോട് പറയാണ്, നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അയ്യോ, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ, ആരാണ് എന്നെ ഗർഭിണിയാക്കാൻ പോകുന്നത്? ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ. അപ്പോൾ മാലാഖ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ ഒരു പ്രബോധനത്തിൽ പറയാണ്, ആ നിമിഷം മറിയം എന്ന സ്ത്രീ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് നിറഞ്ഞു. ഇത് പഴയ നിയമ എഴുത്തുകാർക്കൊന്നും ഒരുപക്ഷെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ലായിരിക്കാം. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടല്ല, മറിയം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രസവിക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാതാവിനോട് അത്രയ്ക്ക് വലിയൊരു അടുപ്പവും സ്നേഹവും ആദരവും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം ഉടനെ അവിടെ നിന്ന് ഓടുകയാണ്. തൻ്റെ വളരെ സ്നേഹമുള്ള ചാർച്ചക്കാരിയുടെ വീട്ടിലേക്ക്. ഇതാണ് ക്രിസ്തീയ ജീവിതം. അവൾ അവിടേക്ക് ഓടി അവളുടെ വീട്ടിൽ അങ്ങ് പ്രവേശിച്ചപ്പോൾ ആരെയാണ് അവൾ കൊണ്ടുവന്നിരിക്കുന്നത്? അവളുടെ ഗർഭത്തിലുള്ള യേശുവിനെ. അവളാണ് ആദ്യത്തെ സക്രാരി എന്നാണ് പറയുന്നത്. ആ യേശുവിനായിട്ട് എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെന്ന മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ഉദ്ഘോഷിക്കുകയാണ്, അയ്യോ, കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എന്തുണ്ട്? നീ എത്ര ഭാഗ്യവതിയാണ്. കർത്താവിൻ്റെ അമ്മ, മാതാവ് കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നു. എന്തോ ഒരു വലിയ ഒരു കാര്യമാണത്. കർത്താവിൻ്റെ അമ്മ, ഇത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കർത്താവിൻ്റെ അമ്മ. ഇത് എലിസബത്ത് തൻ്റെ ബുദ്ധിയിൽ പറഞ്ഞതല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തിന് മനസ്സിലാവുന്നില്ല എന്തുട്ടാ പറയണേന്ന്. ഈ ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് പറഞ്ഞതൊന്നും എലിസബത്ത് കേട്ടിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് പറയുകയാണ്, കർത്താവിൻ്റെ അമ്മ. നമ്മൾ ആ പ്രാർത്ഥനയാണ്, നന്മ നിറഞ്ഞവളെ. അതിനുശേഷം പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ത്രീകളിലും വെച്ച് ഏറ്റവും അനുഗ്രഹീതയായ ഒരേ ഒരു സ്ത്രീ നീയാണ്. നിന്റെ വിശ്വാസത്തെ ഞാൻ സമ്മതിച്ച് തന്നേക്കണം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. സ്നേഹമുള്ളവരെ, അങ്ങനെ മറിയം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവളായി. ഇതാണ് വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് കിട്ടിയ ദർശനം. സഭ, മാതാവ്, അമ്മ മറിയം സഭയുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഈശോയുടെ അമ്മയാണ്, നമ്മളെല്ലാവരുടെയും അമ്മയാണ്. ആ അമ്മ ഈശോയെ നമുക്ക് തരുന്നു.
ഈശോയിലൂടെ നമ്മളെ വളർത്തുന്നു. ഈശോയുടെ അപ്പസ്തോലന്മാരെ ഒരുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ അമ്മയായി മാറുന്നു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധനാം ദൈവപുത്രൻ ജനിച്ചു. പരിശുദ്ധിയിലേക്ക് നമ്മെ നയിച്ചു. പരിശുദ്ധിയിലേക്ക് നമ്മെ നയിച്ചു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് കൂടി പാടാം. ആത്മാവിൽ പൂരിതയാം മറിയത്തിൻ അഭിവാദനം കേട്ടപ്പോൾ, ആത്മാവിൽ പൂരിതയാം മറിയത്തിൻ നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ അഭിവാദനം കേട്ടപ്പോൾ കുതിച്ചു ചാടി ശിശു എലിസബത്തിൻ ഉദരത്തിൽ. എല്ലാവരും കുതിച്ചു ചാടി ശിശു എലിസബത്തിൻ ഉദരത്തിൽ. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതിന്റെ അവസാനം പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം സഭയുടെ അമ്മയാകുന്നു. അതുകൂടി പാടാം. മറിയത്തിലൂടെ ഈശോയ്ക്ക് ജന്മം നൽകിയ ആത്മാവ്. എല്ലാവരും മറിയത്തിലൂടെ ഈശോയ്ക്ക് ജന്മം നൽകിയ ആത്മാവ്. മറിയത്തിലൂടെ സഭയ്ക്ക് ജന്മമേകി. നമുക്കെല്ലാവർക്കും ആ മാതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് ഈ ഗാനം മുഴുവനും ഇവിടെ പൂർത്തിയാകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാതാവ് ഈശോയും എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുകയാണ്. എലിസബത്ത് ചോദിച്ചു പോലുമില്ല പരിശുദ്ധാത്മാവിന് വേണ്ടി. മറിയം വന്നിട്ട് അഭിവാദനം കേട്ട മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. എലിസബത്ത് പഴയ നിയമക്കാരിയായിരുന്നു. എലിസബത്തിന് യേശുവിനെ കുറിച്ച് വലിയ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രത്തോളം നമ്മളുടെ ജീവിതം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അതുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് എന്നിൽ വസിക്കുന്ന യേശുവേ, എന്നിൽ വസിക്കുന്ന ഞാൻ യേശുവേ, വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിറവ് നൽകണമേ. സഭയിലെ ഒരു ശക്തനായ പ്രേഷിതനാക്കണമേ. എന്നിലൂടെ മാതാവിനെ പോലെ യേശുവിനെ പോലെ വചനം പ്രഘോഷിക്കുന്നതിനും അനേകരിലേക്ക് ദൈവിക ജ്ഞാനം പകരുന്നതിന് എന്നെ ഒരു ഉപകരണമാക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധന്മാരെ അതോടൊപ്പം യേശു കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ പുതിയ നിറവ് നൽകണമേ. എല്ലാവരും കൈയടിച്ച് ഈ ഗാനം ആലപിക്കുന്നു. നമ്മൾ ജീവജലത്തിന് അരുവിയായി എന്നുള്ളതിന്റെ ആദ്യ ഭാഗം മാത്രം പാടുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാഷാവരത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളെല്ലാവരുടെ ആത്മാവില് ഒരു പുതിയ നിറവുണ്ടാകാൻ പോവുകയാണ്. ഗാനം കൈയടിച്ച് നിങ്ങൾ പാടുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, ഓ പരിശുദ്ധാത്മാവേ,
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അവരുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ഇപ്പോൾ ഒരു പുതിയ നിറവ് കൊണ്ട് നിറയ്ക്കണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടതകളും ഇതോടൊപ്പം സൗഖ്യപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടതകളും എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഇതാ നെഞ്ച് വേദനയുള്ളവരുടെ നെഞ്ചിന് വലിയ വേദനയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നെഞ്ചിന് വേദനയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നടുവേദന നട്ടല്ലിന് വേദനയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. എലിക്ക് വേദനയുള്ളവരെ ചർമ്മ സംബന്ധമായ രോഗങ്ങളുള്ളവരെ സുഖപ്പെടുത്തുന്നു. സോറിയാസിസ് രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്നു. സോറിയാസിസ് രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്നു. എന്നിൽ കത്തിപ്പടരണമേ. കാലിന് ശക്തമായ വേദന മൂലം നടക്കാൻ പറ്റാത്തവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. ഇതാ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുണ്ടാകുന്നു. ആത്മാവേ നിറയണമേ. മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് 50 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം തരുന്നു. വ്യഭിചാര ആസക്തിയിൽ നിന്നും സൗഖ്യം തരുന്നു. വ്യഭിചാര ആസക്തി വിട്ടു മാറുന്നു. അശുദ്ധ ചിത്രങ്ങൾ കാണുന്ന ആസക്തിയിൽ നിന്നും വിടുതൽ നൽകുന്നു. വിശ്വാസം നൽകണമേ. മോഷണ സ്വഭാവം അന്യന്റെ വസ്തുക്കൾ മോഷണ സ്വഭാവത്തിൽ നിന്ന് കർത്താവ് വിമോചിപ്പിക്കുന്നു. വലിയ സഹനങ്ങൾ സ്വീകരിക്കാനുള്ള ശക്തി തരുന്നു. കുടുംബത്തിലുള്ള ഭയാനകമായ സഹനങ്ങളെ സ്വീകരിക്കാൻ കർത്താവ് ശക്തി തരുന്നു. മക്കളില്ലാത്തവർക്ക് മക്കളെ തരുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ തരുന്നു. ഉന്നതമായ അഭിഷേകം വെള്ളച്ചാട്ടം പോലെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം അത്ഭുത ശക്തി നിറയട്ടെ. അത്ഭുത ശക്തി നിറയട്ടെ. അത്ഭുത വരദാനങ്ങൾ തുറക്കട്ടെ. രോഗശാന്തി വരം, അത്ഭുതങ്ങൾ നടക്കുന്ന വരം, വചന പ്രഘോഷണ വരം, സൗഖ്യദായക ശക്തികളാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പ്രകാശമുണ്ടാകട്ടെ. ശബ്ദമുയർത്തിക്കൊണ്ട് പ്രകാശമുണ്ടാകട്ടെ. പ്രകാശമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രകാശം യേശുവാകുന്ന പ്രകാശം ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ വന്നിരിക്കുന്നു. ആ പ്രകാശം നമ്മളിൽ പ്രകാശിക്കുമ്പോൾ സകല തിന്മകളും കീഴടക്കപ്പെടുന്നു.
തിന്മകളെല്ലാം വിട്ടുപോകുന്നു, അന്ധകാരം അകലുന്നു, പൈശാചികത പോകുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ശബ്ദമുയർത്തിക്കൊണ്ട് ഏറ്റവും ഉച്ചത്തിൽ പ്രകാശമുണ്ടാകട്ടെ. ഒന്നുകൂടി പ്രകാശമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടി എല്ലാവരും ശബ്ദമുയർത്തി പ്രകാശമുണ്ടാകട്ടെ. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇതാ പ്രകാശമുണ്ടായിരിക്കുന്നു. എല്ലാ ഹൃദയവും പ്രകാശിക്കപ്പെടും. അവനെ നോക്കിയവർ പ്രകാശിതരായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് തന്നെ ഒരു വാക്ക് നന്ദി പറയാം. ഇതാ നമ്മുടെ വികാരിയച്ഛൻ അത് നന്ദി അർപ്പിക്കുന്നു. പ്രധാനമായിട്ട് കർത്താവിനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ഈ 5 ദിവസം കർത്താവിൻ്റെ നന്ദി പറയുകയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ ബ്രദർ തോമസ് പോളും ടീമോടും കൂടി നമ്മൾ പ്രവർത്തിക്കുകയായിരുന്നു. ആ കർത്താവിന് സങ്കീർത്തനോടൊപ്പം നാം നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ കുറേ കാലമായി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത ബീച്ച് ബൈബിൾ കൺവെൻഷൻ്റെ സമാപന ദിനമായ സമാപന ആശീർവാദത്തിന് മുമ്പ് കർത്താവിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നാം ബ്രദർ തോമസ് പോളിനും ടീം അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ബ്രദർ തോമസ് പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും സുവിശേഷ പ്രഘോഷണത്തിൽ വ്യാപൃതനാണ്. ബ്രദറിനോടൊപ്പം നമുക്ക് വചനം പ്രഘോഷിക്കുവാനും ഈ വചന പ്രഘോഷണം ഏറ്റവും ശക്തമായ രീതിയിൽ നടക്കുവാനും വേണ്ടി ബ്രദറിൻ്റെ ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ബ്രദറിനോടൊപ്പമുള്ള സിസ്റ്റർ അന്ന, സഹോദരി റൂബി, ഇവർ രണ്ടുപേരും, സിസ്റ്റർ അന്ന ഇവിടെ വന്ന അന്ന് മുതൽ ഭക്ഷണം കഴിക്കാതെ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രിയും പകലും അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അതോടെ മറ്റുള്ളവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ ടീം ഇപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ഓർഗൻ വായിക്കുന്ന ശ്രീ മാത്യൂസ്, നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന ഷാജി, അതോടൊപ്പം തന്നെ ഇവിടെ ടെക്നിക്കൽ ഹെൽപ്പായിട്ടുണ്ട് കണ്ണൻ, അതോടൊപ്പം തന്നെ ഇവിടെ 2 പേർ, ഇവിടുത്തെ ജോൺ, മറ്റു മിനു, ഇവരെല്ലാവരും ഈ ടീം അംഗങ്ങളായിട്ട് ഒരു ടീമായിട്ട് നമ്മളെ നയിക്കുകയായിരുന്നു വചനപ്രഘോഷണം നമ്മെ സഹായിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ ബ്രദർ തോമസ് പോളിനെയും ടീം അംഗങ്ങളെയും പ്രത്യേകമായി നന്ദി പറയുകയും ഇവർക്ക് വേണ്ടി നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ നാം പ്രത്യേകമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഇതോടൊപ്പം തന്നെ നമുക്ക് ആദ്യ ദിവസം തന്നെ വന്ന് ദിവ്യബലിയർപ്പിച്ച നമ്മുടെ ഫൊറോന വികാർ ഫാദർ അനിൽ ജോസ്, ഇന്ന് സമാപന ദിവ്യബലിയർപ്പിച്ച ഫാർ പോൾ മല്ലശ്ശേരി, ഇതിനിടയിൽ ദിവ്യബലിയർപ്പിച്ച നമ്മുടെ സലീഷൻ സഹ വൈദികർ, ഈ ഇടവകയിലെ എല്ലാ അച്ഛന്മാർക്കും, അതോടൊപ്പം തന്നെ എല്ലാ സിസ്റ്റേഴ്സിനും ഇവിടെ ആൾത്താരയ്ക്ക് ബലിയർക്കുവാൻ പുഷ്പങ്ങൾ അറേഞ്ച് ചെയ്യാനും മറ്റും ഇവിടെ സഹായിച്ച എല്ലാവർക്കും, ഇവിടെ കൈക്കാരനും ഇവിടെ ആൾത്താര ബാലന്മാർക്കും അവിടെ കണക്കനും മെലഞ്ചി മുതലായ എല്ലാവരെയും അവസരത്തിൽ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പരിശ്രമിച്ച ഒരാളാണ് ടെറി. ശ്രീ ടെറിയെയും പ്രത്യേകമായ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ ഇവിടെ നടത്താൻ സാധിച്ചത്. സാമ്പത്തികമായി പലരും സഹായിച്ചു. ഈ ദിവസങ്ങളിൽ സ്വസ്ത്ര കാഴ്ചയിൽ നിങ്ങളെല്ലാവരും സഹായിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടി ആർച്ച് സ്പോൺസർ ചെയ്തിരുന്ന ചുങ്കത്ത്, അതോടൊപ്പം തന്നെ കുടിവെള്ളവും ഭക്ഷണ സാധനങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്യാന കമ്മിറ്റി കുറേ കാലമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ ഈ സ്ഥലമൊരുക്കുവാൻ, ഈ ബീച്ച് ഇത്രയും മനോഹരമായി ഒരുക്കുവാൻ വേണ്ടി ഈ ചുറ്റുപാടുമുള്ളവർ വന്ന് ഇവിടെ സ്ഥലമൊരുക്കി. അതോടൊപ്പം തന്നെ ഇവിടെ സജീവ പങ്കാളിത്തം വഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ശ്രദ്ധിച്ചു. ആദ്യ ദിവസം മുതൽ ഓരോ ദിവസവും ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും നിങ്ങളുടെ വീടുകളിലും മറ്റും പോയി പറഞ്ഞു, ആളുകൾ കൂടി വന്നു. ഇവിടെ ധാരാളം പേർക്ക് വചനം ശ്രവിക്കുവാൻ, ഈ ദിവസങ്ങളിൽ ഒരു വചന ശുശ്രൂഷ ഉത്സവമാക്കി മാറ്റുവാനും നമുക്ക്